നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഒട്ടനവധി നഷ്ടങ്ങളാണ് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. വിമാനവിലക്കിനെ തുടർന്ന് നിരവധി പ്രവാസികൾക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ എങ്ങനെയും എത്തിച്ചേരണമെന്ന് കാത്തിരിക്കുന്ന പലരുമുണ്ട്. അതോടൊപ്പം തന്നെ വിമാനവിലക്കിനെ തുടർന്ന് കഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്, എയർലൈൻസ് ജീവനക്കാർ തന്നെ. ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? കോവിഡ് കാലത്തെ വിമാന സർവീസ് നിയന്ത്രണത്തിൽ ജോലി നഷ്ടമായ UAEയുടെ പ്രമുഖ കമ്പനിയായ എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ ഒരു നിര പൈലറ്റുമാർ ഹോട്ടൽ, കോഴിവെട്ട്, പാചക ജോലിയിലേക്ക് കടന്നിരിക്കുന്നതായാണ് വിവരം. ദുബായ് സിറ്റി മോളിലെ ഓർഗാനിക് ഫുഡ്സ് ആൻഡ് കഫേ ഷോപ്പിൽ കോഴി പാചകവും പാഴ്സൽ വിൽപ്പനയും നടത്തുകയാണ് കാലങ്ങളോളം ആകാശം കൈയടക്കിയ വൈമാനികർ. ദക്ഷിണാഫ്രിക്ക, ഇറ്റലി, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 വിമാന ക്യാപ്റ്റന്മാർ നവംബർ മുതലാണ് ദുബായിൽ ഹോട്ടൽ ജോലി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പൈലറ്റുമാരുടേതിന് സമാനമായ അതേ വെള്ള യൂണിഫോമിലാണ് ഇവരും ഹോട്ടൽ ജോലി ചെയ്തു വരുന്നത്. എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ പൈലറ്റുമാരായ ജെറോൺ സ്റ്റബ്സ്, മിഷേൽ സ്മിത്ത് എന്നിവർ ശമ്പളമില്ലാത്ത അവധിയിലാണ് ദുബായ് സിറ്റി മോളിലെ ഓർഗാനിക് ഫുഡ് ആൻഡ് കഫേ ഷോപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറിയിരിക്കുന്നത്. കോഴിവെട്ട്, പാചകം, പാക്കിംഗ്, പാഴ്സൽ വിൽപ്പന, ബില്ലിംഗ്, പണം വാങ്ങൽ, പാത്രം കഴുകൽ എന്നിവയൊക്കെ ഇവർ വിമാനം പറത്തുന്ന അതേ കൃത്യതയിലും ഉത്തരവാദിത്വത്തോടു കൂടിയും ചെയ്തു വരികയാണ്. ആഴ്ചയിൽ 3-4 ദിവസമാണ് വൈമാനികർ ഹോട്ടലിൽ ജോലി ചെയ്യാൻ എത്തുന്നത്. ഹോട്ടൽ മാനേജർ ജാൻ പ്രിട്ടോറിയസ് കടയിൽ തിരക്ക് കൂടുന്നതായി അറിയിച്ചാൽ പിന്നെ നോക്കില്ല, അധിക ദിവസങ്ങളിലും ഇവർ ജോലി ചെയ്തേക്കും. ദിവസം 8 മുതൽ 9 വരെ മണിക്കൂർ അതീവ ജാഗ്രതയോടെയും അതീവ ശ്രദ്ധയോടെയും പ്രതികൂല കാലാവസ്ഥയിൽ പോലും ജംബോ വിമാനങ്ങൾ പറത്തിയിരുന്ന സീനിയർ പൈലറ്റുമാരാണ് ഇവരൊക്കെ എന്നത് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ജോലി തൽക്കാലം നഷ്ടമായ സാഹചര്യത്തിൽ ഇത്തരമൊരു ജോലി സന്തോഷത്തോടെ ഏറ്റെടുത്ത് കോഴിയെ വെട്ടി വറുത്ത് കച്ചവടം തകൃതിയിലാക്കുകയാണിവർ. തുടർച്ചയായി 24 വർഷം ഏറെക്കുറെ എല്ലാ ലോകരാജ്യങ്ങളിലേക്കും വിമാനം പറത്തിയ അനുഭവജ്ഞാനമുള്ള പൈലറ്റാണ് 43-കാരനായ മിഷേൽ സ്മിത്ത്. 7 മാസമായി ഇദ്ദേഹത്തിന് കോക്പിറ്റിലല്ല, ദുബായ് ഹോട്ടലിന്റെ അടുക്കളയിലും കൗണ്ടറിലുമായിരുന്നു ജോലി. വിമാനം പറത്തിയിരുന്ന കൈകളിൽ ഇപ്പോഴുള്ളത് കത്തികളും കുറെ പാത്രങ്ങളും എന്ന വ്യത്യാസം മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും വിവിധ രാജ്യങ്ങളിൽ വിമാനയാത്രയ്ക്ക് നിയന്ത്രണം വരികയും ചെയ്ത സാഹചര്യത്തിൽ കോവിഡ് ദുരിതം ഇനിയും ഏറെക്കാലം ലോകത്തെ വലയ്ക്കുമെന്ന തിരിച്ചറിവിനാലാണ് ഇവർ പണിമാറി പിടിച്ചിരിക്കുന്നത്. പൈലറ്റ് പണി മാത്രമല്ല, ജീവിക്കാൻ എന്ത് ജോലി ചെയ്യാനും തങ്ങൾ തയ്യാറാണെന്നും പറയുകയാണ് ഇവർ. കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോകം മോചിതമാകും വരെ കോഴിപ്പാചകവും പാഴ്സൽ വിൽപ്പനയും കാപ്പി തയ്യാറാക്കലുമൊക്കെയായി നീങ്ങാൻ തന്നെയാണ് പൈലറ്റുമാരുടെ ഉറച്ച തീരുമാനം. അങ്ങനെ ഏത് ജോലിയും മാന്യമാണ് എന്ന് തെളിയിക്കുകയാണ്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പഠിക്കണം. ഏത് സാഹചര്യത്തോടും യോജിക്കാനും പറ്റണം. പൈലറ്റ് ജോലിയാണ് ഇഷ്ടമെങ്കിലും അത് നഷ്ടപ്പെട്ടപ്പോൾ വെറുതെ ഇരിക്കാൻ തങ്ങൾക്കാവില്ലെന്ന് ഇവർ തീർച്ച പറഞ്ഞിരുന്നു. 1 വർഷത്തിനുള്ളിൽ 100-ലേറെ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചപ്പോഴാണ് എമിറേറ്റ്സ് ഒരു നിര പൈലറ്റുമാരെ കോവിഡ് ശമിക്കുമ്പോൾ ജോലിയിൽ തിരികെ വിളിക്കാമെന്ന ഉറപ്പിൽ അവധി എടുപ്പിച്ചിരിക്കുന്നത്. ഈ അവധി വേളയിലും താമസ സൗകര്യം, മെഡിക്കൽ അലവൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ എമിറേറ്റ്സ് കമ്പനി ജോലി നഷ്ടമായ പൈലറ്റുമാർക്ക് നൽകി വരികയുമാണ്. അവധിയിലായിരിക്കെ കോഴിവെട്ടും പാക്കിങ്ങും വിൽപ്പനയും നടത്തുന്ന ഹോട്ടലിൽ ഇത്തരമൊരു ജോലി ചെയ്യുന്നതിന് എതിർപ്പില്ലെന്ന് എമിറേറ്റ്സ് കമ്പനി ഇവർക്ക് NOC നൽകുകയും ചെയ്തിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കക്കാരനായ പൈലറ്റ് സ്മിത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സർവീസിൽ ഐക്യരാഷ്ട്രസഭയ്ക്കൊപ്പം യുദ്ധമേഖലകളിൽ വൈദ്യസഹായവും ഇതര സേവനങ്ങളുമായുള്ള വിമാനം പറത്തിയും പരിചിതനാണ്. 2008-ൽ ദുബായിലെത്തിയ എമിറേറ്റ്സിന്റെ ദീർഘദൂര സർവീസ് വിമാനങ്ങൾ പുറത്തുവരികയാണ്. 2 മക്കളുള്ള കുടുംബം പോറ്റുന്ന ഇദ്ദേഹം ഏറെ വൈകാതെ ലോകം കോവിഡ് മോചിതമായി റൺവേകൾ വീണ്ടും സജീവമാകുമെന്ന പ്രതീക്ഷയിലുമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള പൈലറ്റ് ജെറോം സ്റ്റബ്സിന് കോഴിയെ പ്രത്യേക രീതിയിൽ മുറിക്കാനും രുചികരമായി പാചകം ചെയ്യാനും പ്രത്യേക വിരുദുണ്ട്. സ്വന്തം രാജ്യത്തെ പരമ്പരാഗതമായ രീതിയിൽ കോഴി ഫ്രൈ ചെയ്ത് കച്ചവടം സജീവമാക്കുന്നതിൽ ജെറോം വിജയിച്ചിരിക്കുകയാണ്. ഓരോ നിമിഷവും ജാഗ്രതയും കണക്കുകൂട്ടലുകളും തെറ്റാൻ പാടില്ലാത്ത ജോലിയാണ് പൈലറ്റിന്റേത്. കോഴിയെ വെട്ടി കഷ്ണങ്ങളാക്കി വറുക്കുന്നതിലും ഇതേ ജാഗ്രത പൈലറ്റുമാർ പുലർത്തി വരുന്നുണ്ട്. വിമാന കമ്പനിയുടെ ശമ്പളമില്ലെങ്കിൽ പോലും തൽക്കാലം ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടുന്നതായി ജെറോം വ്യക്തമാക്കി. കടയിൽ എത്തുന്നവർക്കെല്ലാം കൗതുകമാണ് ഇവരുടെ മാന്യമായ സംസാരവും ഒപ്പം പൈലറ്റ് ബക്കിൽ കൊളുത്തിയ ഇവരുടെ സ്റ്റൈലൻ വെള്ള വസ്ത്രവും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.